ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പ്രാചീന കാലത്തെ ഋഷീശ്വരന്മാർ പലരും കാലത്തിനു മുന്നേ സഞ്ചരിച്ചവരാണ്. യാതൊരു സാങ്കേതിക വിദ്യയും വികാസം പ്രാപിക്കുന്നതിനു മുൻപ് തന്നെ അവരുടെ മനോമണ്ഡലങ്ങളിൽ തെളിഞ്ഞ പലതും പിൽക്കാലത്ത് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളായി വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്ക് മനസ്സുകൊണ്ട് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്? സംശയം വേണ്ട, ഏകാഗ്രത തന്നെയാണ് അതിനവരെ സഹായിച്ചത്. ആധുനിക ഉപകരണങ്ങളിൽ പലതും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വാഭാവികമായ കഴിവുകളെ മന്ദീഭവിപ്പിക്കുകയാണ് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനെ അതിജീവിക്കാൻ ഏകാഗ്രതയെ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. സ്വാഗതം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക്. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. ഏതൊരു മഹാക്ഷേത്രത്തിലും എന്ന പോലെയുള്ള ദൈനംദിന പൂജാവിധികളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലും നടത്തപ്പെടുന്നത്. രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് ആറ്റുകാൽ അമ്പലത്തിലെ ദർശന സമയം. സ്വർണ്ണക്കുടത്തിൽ നടത്തുന്ന കളഭാഭിഷേകം, അഷ്ടദ്രവ്യാഭിഷേകം, കലശാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, പുഷ്പാഭിഷേകം, ലക്ഷാർച്ചന, പന്തിരുനാഴി എന്നിങ്ങനെയുള്ള എല്ലാ ക്ഷേത്ര ചടങ്ങുകളും കൃത്യമായി നടത്തപ്പെടുന്നു. വിവാഹം, ചോറൂണ്, തുലാഭാരം എന്നിവ അനുദിനം ധാരാളമായി നടത്തപ്പെടുന്ന സന്നിധിയാണിത്. വെടിവഴിപാട് ഇന്നും നിലനിൽക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. മുട്ടോളമെത്തുന്ന കേശഭാരം ഇഷ്ടവരം തരും തൃക്കരങ്ങൾ, സൃഷ്ടി സ്ഥിതിലയ ശക്തിയായി മേവുന്ന ദുഷ്ടവിനാശിനി കൈതൊഴുന്നേ, ആറ്റുകാലമ്മയെ കൈതൊഴുന്നേ. ചുറ്റുവിളക്ക്, നാരങ്ങ വിളക്ക് തുടങ്ങിയ നേർച്ചകളും ഈ സന്നിധിയിൽ ഏറെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്നു. പൊങ്കാലയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും മുഖ്യമായ വഴിപാട്. ആറ്റുകാൽ ഉത്സവകാലത്താണ് പൊങ്കാല വലിയ ആഘോഷപൂർവ്വം നടത്തപ്പെടുന്നത്. എങ്കിലും മറ്റെല്ലാ ദിനങ്ങളിലും പൊങ്കാല വഴിപാട് നടത്താൻ വേണ്ട സൗകര്യം ക്ഷേത്രത്തിലുണ്ട്. 101 കലത്തിലും മറ്റും പൊങ്കാല നേർച്ചയുള്ളവർക്ക് ക്ഷേത്രത്തിൽ പണമടച്ച് വഴിപാടിന് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ദിനങ്ങളിൽ ഭക്തജനങ്ങൾക്ക് നേരിട്ട് പൊങ്കാലയിട്ട് വഴിപാട് നടത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയില്ല. വഴിപാട് നടത്തപ്പെടുന്ന ദിവസം ക്ഷേത്ര കൗണ്ടറിൽ നിന്ന് പ്രസാദം വാങ്ങാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ദൂരദേശങ്ങളിലുള്ളവർക്ക് വഴിപാടുകൾ നടത്താൻ ഓൺലൈൻ സംവിധാനങ്ങളും നിലവിലുണ്ട്. കുംഭമാസത്തിലെ കാർത്തിക ദിനത്തിൽ ആരംഭിക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. എങ്കിലും മറ്റു ചില വിശേഷ ദിനങ്ങളും ക്ഷേത്രത്തിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. നവരാത്രി, ശിവരാത്രി, ഗണേശ ചതുർത്ഥി, ദീപാവലി, മകരച്ചൊവ്വ, 10-ാം ഉദയം എന്നിവയെല്ലാം ആറ്റുകാലിലെ പ്രധാന ദിനങ്ങളാണ്. ദേവീക്ഷേത്രമായതുകൊണ്ട് തന്നെ ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി ദിനങ്ങളിലും അവധി ദിനമായ ഞായറാഴ്ചകളിലുമാണ് ഏറെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നത്. എന്നും ഉത്സവപ്രതീതി നിലനിൽക്കുന്ന ഈ പ്രദേശം ഉത്സവകാലമായാൽ കലാ സാംസ്കാരിക പരിപാടികളുടെ സംഗമവേദി കൂടിയാണ്. ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും അവരുടെ വംശപരമ്പരയ്ക്കും അമരത്വവും പുണ്യവും ലഭിക്കുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. നീലമേഘങ്ങൾക്ക് താഴെ ഭഗവാൻ കൃഷ്ണന്റെ മുരളീരവങ്ങളിൽ സദാ ആനന്ദിച്ചു കിടക്കുന്ന ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്തുള്ള കുളനട ഗ്രാമപഞ്ചായത്തിലെ ഉളനാട് എന്ന ഗ്രാമം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മോക്ഷവഴികളിലേക്കുള്ള പ്രദക്ഷിണയാത്രയാണിത്. ഈ നിർമ്മലമായ വഴികളിലൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാവുന്നു. കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ
മരങ്ങൾക്കപ്പുറത്തെ മഞ്ഞുമറകളിലേക്ക് സൂര്യഭഗവാൻ പ്രകാശം വർഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞ് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് മണികൾ മുഴങ്ങി. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ തീവ്രമായ ആഗ്രഹത്തിന്റെ സഫലീകരണം തന്നെയാണ് ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഭഗവാന്റെ ബാലരൂപമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കുട്ടിക്കൃഷ്ണനെ പോലെ തന്നെ ലളിതവും സുന്ദരവുമാണ് ക്ഷേത്രത്തിന്റെ മാതൃകയും. സന്താപമാറ്റു കൃഷ്ണ, സ്നേഹസന്മാർഗമേകു കൃഷ്ണ. ഈ ചെറുഗ്രാമത്തിന്റെ ദ്വാരകാപുരിയും വൃന്ദാവനവും ശാന്തിതീരവുമെല്ലാം ഈ ക്ഷേത്രം തന്നെ. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളാൽ ഇവിടുത്തെ ഓരോ ജന്മങ്ങളും ധന്യമാകുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ ഓരോ ചരാചരങ്ങളുടെയും വിശ്വാസം. ഇവിടെ ദർശനം നടത്തുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് പല ഭാവത്തിൽ തന്നെയാണ്. ചില ഹൃദയങ്ങൾ മധുരാപുരിയും ദ്വാരകയുമാകുമ്പോൾ മറ്റു ചില ഹൃദയങ്ങളിൽ സ്വയം ദേവകിയും യശോദയും രാധയും മീരയുമൊക്കെയാകുന്നു. എന്നാൽ ഇനി ചിലർ കുചേലനും വസുദേവരുമാകുന്നു. അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആറാടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അവതാര ലീലകൾ പറയുവാനും പാടാനും ഇവിടുത്തെ ഓരോ ഭക്തർക്കും 1000 നാവാണ്. അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആറാടിക്കുന്നു എന്നതാണ് പരമാർത്ഥം. ഗോവിന്ദ ഗോപനം വേദാന്ത വല്ലഭ ഗുരുവായൂർ കുഞ്ഞു കൃഷ്ണ, എന്റെ ഗുരുവായ ഗാന കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഉച്ചപൂജകൾ കഴിഞ്ഞു നടയടച്ചു. ഭഗവത് ദർശനത്താൽ വെണ്ണ പോലെയായ ഹൃദയം ശാന്തിയുടെ മഹാസങ്കേതങ്ങളിലൂടെ നാരായണ മന്ത്രങ്ങൾ ചൊല്ലി. മാധവ മാമവദേവ. ഭഗവാനെ സമർപ്പിക്കുവാനുള്ള പൂക്കളുമായി ഗ്രാമവഴികളിൽ നിന്ന് കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് വരവായി. യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ. കണ്ണന്റെ കുസൃതികൾ തന്നെയാണ് ഓരോ മുഖങ്ങളിലും. തുളസിയും തെച്ചിപ്പൂക്കളുമൊക്കെ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ. ഈ പൂക്കൾ പോലെ വിശുദ്ധമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയവും. അതുകൊണ്ട് തന്നെ ഈ പൂക്കളോടൊപ്പം അവരുടെ ഏറ്റവും വിശുദ്ധമാർന്ന ഹൃദയവും. സന്ധ്യകളുടെ സങ്കീർത്തനങ്ങളിലേക്ക് പ്രകൃതി ഒരുങ്ങുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ നാമജപങ്ങൾ നിറഞ്ഞു. ക്ഷേത്രത്തിന്റെ പടവുകളിലും ഓരോ കോണുകളിലും ദീപങ്ങൾ തെളിഞ്ഞു. ഭഗവാന്റെ ശരീരഭാഗങ്ങൾ മിന്നിത്തിളങ്ങുന്നതുപോലെ ക്ഷേത്രത്തിന്റെ ഓരോ അംശങ്ങളിലും പ്രകാശം നിറയുമ്പോൾ ദീപങ്ങൾ സമർപ്പിക്കുന്ന ഭക്തന്റെ ആത്മാവിനുള്ളിലേക്കും പ്രകാശം പരക്കുകയായി. മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദു. ദ്വാപര നീലിമയാർന്ന സന്ധ്യയിലേക്ക് ഗോപികമാരെത്തി. അവർ കലകളുടെ കോടീരമായ ഭഗവാന് മുന്നിൽ കലാർച്ചനകൾ സമർപ്പിച്ചു. ഉളനാട് ഗ്രാമത്തിന്റെ ഓരോ തന്മാത്രകളിലും വേണുഗാനം നിറച്ച് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആത്മാവും മനസ്സും ശ്രീകോവിലിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ
ഹൃദയ സരസ്സുകളിലേക്ക് സോപാന സംഗീതം ഒഴുകിയെത്തി. ശ്രീകോവിൽ തുറന്നു. ഉണ്ണിക്കണ്ണൻ്റെ ചിരിയിൽ ഭക്തഹൃദയങ്ങൾ സർവ്വതും മറന്നു. ജന്മതീരങ്ങളിലൂടെ യമുന ഒഴുകുകയാണ്. യമുനയിൽ വീണ മുളന്തണ്ട് പോലെ ഓരോ ഭക്തമാനസങ്ങളും ദ്വാപരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി. ഉളനാട് സർവചൈതന്യങ്ങളോടെ പ്രഭാപൂരിതമായി. സർവചരാചരങ്ങളിലും കണ്ണൻ നിറഞ്ഞു നിന്നു. എൻ്റെ കൃഷ്ണ, നന്ദനന്ദന, നിന്റെ ദർശന സൗഭാഗ്യങ്ങളാൽ ഞങ്ങളുടെ ഓരോ ദിനങ്ങളും ധന്യമാവുക തന്നെയാണ്. നിന്റെ നീലിമയാർന്ന ചിരി, അമൃതമായ മുരളീരവം, ആനന്ദ നടനം, അങ്ങനെ സർവവും നീയാകുമ്പോൾ ഈ ഗ്രാമം വൃന്ദാവനമാവുക തന്നെയാണ്. അമ്പാടിയിലെന്ന പോലെ നിന്റെ ഹൃദയം ഞങ്ങൾക്കും തരൂ. അങ്ങനെ ഞങ്ങളുടെ ജന്മങ്ങളും ധന്യമാകട്ടെ. കൃഷ്ണ യാദവ എൻ്റെ കൃഷ്ണ, കണ്ടു കൊതി തീരുന്നില്ലല്ലോ. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നൽകിയ ആത്മീയ ആനന്ദത്താൽ മനസ്സു നിറഞ്ഞു. എൻ്റെ കണ്ണ, ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ച പോലെ ഇനിയും ഞാൻ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. നിരന്തരം സത്കർമ്മങ്ങൾ ചെയ്യുകയും ഏത് കർമ്മത്തിലും ഭാവഭേദമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നത് മോക്ഷാർഹനാകുന്നു. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.